വീടിന്റെ മുറ്റത്തൊന്ന് മാറ്റി അല്ല പാമ്പം വന്ന് എന്ത് ചെയ്യും? ഈ കാടിന്റെ ഭംഗി കാണണമെങ്കിൽ അതെന്താണെന്ന് ആസ്വദിക്കാനുള്ള കഴിവ് വേണം. അതൊക്കെ എനിക്കുണ്ട് കേട്ടാ. അത് കാണിച്ചതേ. വർഷക്കാലമാകുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളെ ചെടികളുടെ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് മാറ്റണം. നന്നായി കാട് പോലെ വളർന്നിട്ടുള്ളത് പ്രൂൺ ചെയ്ത് നിർത്തണം. ചിലത് മഴ കൊള്ളാത്തത് ഉണ്ടാവും, അത് മാറ്റി വയ്ക്കണം. മഴ മാത്രമല്ല, സൂര്യപ്രകാശത്തിന് പ്രാധാന്യം നൽകുന്ന ചില ഇലച്ചെടികളും നമ്മുടെ കൂടെ ഉണ്ടാവും, അതൊക്കെ മാറ്റേണ്ടി വരും. എനിക്കാണെങ്കിൽ ഇതിൻ്റെ കണ്ടല്ലേ ഈ കാണുന്ന ഈ സ്റ്റാൻഡ് ഇതുകൂടി മാറ്റണം. കാരണം ഇതിൻ്റെ ഒരു പകുതി ഭാഗം മഴ കൊള്ളുന്നുണ്ട്. അത് ഞാൻ വർഷക്കാലത്ത് അതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്ത് അകത്തേക്ക് വയ്ക്കും. പക്ഷേ ഈ ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തതെല്ലാം നമ്മൾ മാറ്റി വേറെ ചില പൊസിഷനിലേക്ക് മാറ്റും. അപ്പോൾ അത് ഓരോന്നോരോന്ന് മാറ്റി ഈ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ ഭാഗം നനയാതിരിക്കാൻ നമ്മൾ ആ ചെടികളൊക്കെ മാറ്റിയിട്ട് അകത്തേക്ക് വെക്കാനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡ് ഇങ്ങനെയാണ് കണ്ടോ. ഇത് ഞാൻ നേരത്തെ ഒരു 3-4 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ പുറത്തേക്കൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഈ വർഷം പോളിഷ് ചെയ്യേണ്ടതോ പെയിൻറ്റ് ചെയ്യേണ്ടതോ ആവശ്യം വന്നില്ല. ഒന്ന് വൃത്തിയാക്കി കഴുകി നോക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് നല്ല ഭംഗിയായിട്ട് തോന്നി. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ ചെയ്യാം. സ്റ്റാൻഡിൻ്റെ ആ തട്ടുകളുടെ എണ്ണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെയിൽ കിട്ടത്തക്ക വിധത്തിൽ പ്രകാശം ശരിക്കും ചെടികളിലേക്ക് വീഴത്തക്ക വിധത്തിലാണ് അതിൻ്റെ തട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18 തട്ടുകളായിട്ട് 15 ചട്ടികൾ വയ്ക്കാവുന്ന സ്റ്റാൻഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട സൺസൈഡിൽ ജസ്റ്റ് വന്ന് മുട്ടി വെക്കും. സൺസൈഡ് മെയിൻ വാർക്കലല്ല, ഇത് ഉൾഭാഗത്തേക്കാണ് വെച്ചേക്കണേ. ഡോറ് കഴിഞ്ഞ് ഉടനെയുള്ള ഭാഗത്തേക്ക് വെച്ചാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കധികം മഴയൊന്നും അധികം കാര്യമായിട്ട് ഏൽക്കില്ല. അപ്പോൾ ഈ ഭാഗമാകുമ്പോൾ തൽക്കാലം വെയിലും പ്രകാശവും ഒക്കെ ലഭിക്കും. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ ആ നിറവും കാര്യങ്ങളും അതിൻ്റെ വെയിൽ സ്വീകരിക്കുന്ന സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെടികളെ